ശങ്കര, ഞാനിവിടെ ഉണ്ട്. എന്താ വേണ്ടേ? ഒന്നുകിൽ അവന്മാരോട് നല്ലോണം കൊട്ടാൻ പറ, അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ. അവരെയൊക്കെ നന്നായി ഞാൻ കൊട്ടാം. ഈ കോപ്രാട്ടി കാണിക്കാനല്ല, പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്റെ മരുമകൻ വേലായുധം കുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം. വരനൊരു ഡോക്ടറാ. ഞാനാ ബ്രോക്കർ, പേര് കുഞ്ഞാപ്പു. ആ, ഇതാണ് പിടിച്ചേ. ഒരു നല്ല കീർത്തനം അങ്ങോട്ട് വായിച്ചേ. എന്ത് കീർത്തനാ വായിക്കണ്ടേ? എന്ത് കീർത്തനാ വായിക്കണ്ടേന്ന് അവരോട് ഡിങ്കിരി ഡിങ്കാലെ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്. ഈ ഉണക്കത്തള്ള ഏത് കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും, എന്നിട്ട് അത് നാറ്റിക്കുകയും ചെയ്യും. ഇതെന്താ കുഞ്ഞാപ്പൂത്? കല്യാണം അതോ റോക്കന്തോ? അതെ, ഞാൻ ആ പയ്യനോട് സ്റ്റെതസ്കോപ്പ് എടുത്ത് മാറ്റി വെക്കാൻ പറ കുഞ്ഞാപ്പൂ. ഡോക്ടർ എന്ന് വെച്ച് താലി കെട്ടുമ്പോഴും പരമേശ്വരനെ പോലെ ഇത് കഴിച്ചിട്ടുണ്ടോ? ചുറ്റും അങ്ങേർക്ക് അത്രയും തിരക്കാ. ഇതൊരു സാധാരണ ഡോക്ടർ അല്ല. ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയെന്നുള്ളൂ ഓടിപ്പിടിച്ച്. ഏട്ടാ, മുഹൂർത്തം ആകാറായില്ലേ? പിന്നെ മാലയിടേണ്ട താമസമുള്ളൂ. പയ്യൻ തിയേറ്ററിലേക്ക് ഓടും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്കൊന്നും പോകണ്ട. സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ. ആഹാ, പെങ്ങക്ക് ഇപ്പൊ സന്തോഷായില്ലോ. ഒരു ഡോക്ടർക്ക് തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധം കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അവനത് സാധിച്ചു. അവൻ വേലായുധനല്ലേ ഏട്ടാ? സാക്ഷാൽ വേലായുധൻ. എന്നിട്ട് ആ വേലായുധൻ എവിടെ? വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ? ക്ഷീണം കൊണ്ടുള്ള ഉറക്ക. വേലായുധം കുട്ടി, വേലായുധം കുട്ടി എന്തായി കാണിക്കണേ? മുഹൂർത്തത്തിനുള്ള സമയമായി. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടണത്രേ. ഊണ് കഴിക്കാൻ കൂടി നിക്കണില്ലാന്ന്. വേലായുധം കുട്ടി ഒന്ന് പോയി മുഖം കഴിക്കേ. മുഹൂർത്തം തെറ്റും. പിന്നെ ഡോക്ടർ വഴിക്ക് പോവും. ഒടുക്കം വല്ല കമ്പൗണ്ടറെ വിളിച്ച് കട്ടിക്കേണ്ടി വരും. വേം വന്നേ. ഒന്ന് മാറി. അച്ഛനെവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുത്തശ്ശിയോ? ഹാജർ, ഞാനിവിടെ ഉണ്ട്. വായിച്ചോ. മിടുക്കൻ, നീയാണടാ ശരിയായ വേലായുധം കുട്ടി. നീ ഉശിരുള്ളവനാ. ഞാൻ ഉശിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ. ഇതെന്റെ ഒരു തുടക്കമല്ലേ. കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്കിവനോട് പുച്ഛമായിരുന്നു. ആ വേലായുധം കുട്ടി ഇന്നിതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. ശരിയായ ആണത്വം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട്. അതൊന്ന് മുത്തേക്ക് പറഞ്ഞേ. ആ, ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത്? അമ്മാവൻ എന്ത് തന്നാലും ഞാൻ വാങ്ങും. എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവൈരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു. എന്തു പറയുന്നു? എന്തായാലും വേഗം പറ. ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സത്യമാണ്, ഉണ്ട്. അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക്. ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തിത്തരും. വെറും വാക്കല്ലോ. ശങ്കരൻകുട്ടി മേനോൻ അവர்கள் വെറും വാക്ക് പറയാറില്ല.
ഞാൻ കാണിക്കും. ധൈര്യമായിട്ട് കാണിക്കേ. കാണിച്ചു കൊടുക്കടാ. അത് അമ്മിണിക്കുട്ടിയല്ലേ? അതെ. അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ? അതെ. അവളെ തന്നെ വേണോ നിനക്ക്? വേണം. തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങും. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറയാം അവനോട്. മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. എരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്. അമ്മാവനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27,000 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കണ്ടത് സ്വപ്നായിരിക്കുമെന്ന്. ഏട്ടന് എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27,000 അയക്കപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങേര് തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷ അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റേറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരാ. വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ? ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നു, ഇരിക്കാലോ. വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി. ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ. ദേ ഒറ്റ തൊഴി. അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊഴിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ. ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേന ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിഎക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറിൽ ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധം കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് ബിഎക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ. ഏട്ടൻ നിന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല. തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. ഓ, താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയിലാ. അത് തന്നെ സംഭവം. താൻ ഈ മീശി വെച്ച് ആരപ്പിണ്ടം വെക്കാനെ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ? എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരം എഴുത്താരെ വിളിച്ചോണ്ട് പോവാൻ. ഇത് ഇന്ന് തന്നെ എഴുതണം. ഓ, എന്താ അങ്ങോട്ട് പോടോ. അപ്പൊ എന്താ ഇവിടെ ചെരുപ്പ്? ഒരു മരക്കെഴുങ്ങൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. അത് ശരി, അവിടെ ഇരിക്കട്ടെ. നീ ആ വണ്ടിയിലുള്ള സാധനം കയറി. അപ്പോഴേ സൈക്കിളിലൂടെ വെച്ചാൽ മതിയോ? അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ച് നിക്കണത്? പോയത് പോട്ടടാ, നമുക്ക് ഈ വീട് മതി. മതി. കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാ. നമ്മള് പെരുവഴിയിലേക്കൊന്നുമല്ലല്ലോ വന്നത്. അത്ര വലിയ പേരും പെരുമൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ചു കിട്ടിയ വീടാ ഇത്. ഇതും ഒരു തരത്തില് സ്വർഗ അല്ലേടാ നാണുകൂട്ടാ? അതെ അതെ. നാനുവേട്ടന് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ വകകളിൽ ഞാൻ ഇപ്പോഴാ അറിയണത്. ചെറുതായാൽ എന്താ, ഇതിന് ഇതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അതന്നെ, വിട്ടുകൊടുക്കരുത് വേലായുധ കുട്ടിയെ. ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം.
ഈ ശങ്കരന്റെ തന്ത മുത്തശ്ശിയുടെ ഭർത്താവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങ് മറന്നുപോയി. അങ്ങേര് പാവാ. ഈ മുത്തശ്ശിയാ ഏട്ടന് പിരിയേറ്റുന്നത്. അക്കാര്യത്തിൽ നീയും മോശക്കാരിയല്ല. നീ അവളെ കുറ്റം പറയണ്ട, നീയും മോശല്ല. അത്രയ്ക്കും നല്ല കുട്ടിയെ അമ്മണി. മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിലിറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ. ഞാനത് അമ്മണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച തിരിച്ച് അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും. എന്താ അങ്ങേക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. ആ, എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിലരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളയ്ക്കുകയും ചെയ്തു. അവളാ ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയേട്ടൻ എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്നൊന്നും പറയാതിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്നും പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട്. നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയേട്ടൻ എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി, നീ അപ്പുറത്തെങ്ങാനും പോ. വളർന്നു വളർന്ന് ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാന്ന്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്തു കിട്ടി എനിക്കൊരിത്തിരി സമാധാനായി. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടിയെ ഒന്ന് കാണട്ടെ. പിന്നെന്തിന് എല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞുകൂടായിരുന്നു. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത്. അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അവനൊരു കൊച്ച് അല്ല, ഇടത്തരം കളി വീടുണ്ടായിരുന്നു. അതവൻ പണയം വെച്ചു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. എങ്ങനെ യാത്ര പറയണം എന്നവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി. പക്ഷെ വന്നില്ല. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവുകാരിയായിരുന്നു. ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത്, എന്തും നേരിടാനുള്ള ശക്തിയാണ്. വീട് മാറുമ്പോ കാണാതിരുന്നതിന് നായകൻ അവക്ക് മാപ്പ് കൊടുക്കും മാഷേ? തീർച്ച പറയാൻ പറ്റില്ല. അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ? ഉണ്ടാവും. കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു 6 മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. നല്ല ആളാ അമ്മണി. ആൾത്തിറക്കി കാത്തുനിന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ കുറെ നേരം കാത്തു നിന്നു. കുട്ടിയേട്ടൻ വരാതിരുന്നപ്പോ പേടിയായി. എന്തിന്? എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയേട്ടാ. ഇതിലിപ്പോ എന്താ അത്ര പേടിക്കാനുള്ളത്? നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായുധം കുട്ടി എന്നുവാ. ഈ 2 പേരിലും കുട്ടികളുണ്ട്. കുട്ടികളായി തല്ലുകൂടില്ലേ? ഇതും അത്രയൊക്കെ ഉള്ളൂ. ഇത് വെറും തല്ലല്ലോ, ശരിക്കും യുദ്ധം തന്നെയാ. അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയേട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. ഓട്ടറി വേണേ, സാരമില്ല, കേറ്. അയ്യേ, ഞാനില്ല. അതൊന്നും വേണ്ട. എടി ബുദ്ധൂസേ, നമ്മള് തമ്മിൽ സ്നേഹത്തിലാന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. വാ, കേറ്. ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സാരമില്ല, അമ്മണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല. യാത്ര മുഴുവൻ ഫ്രീയാ. വീടിന്റെ കടങ്കാരനെ ഇത്രയും നാൾ അമ്മാവന്റെ മുമ്പിൽ ശ്വാസം മുട്ടുകയായിരുന്നു.
ഇനി കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ അറിയുന്നത് നല്ലതാ, പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും. അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും. നമ്മുടെ കല്യാണം നടക്കുവോ കുട്ടിയേട്ടാ? അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ. ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം. അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ. ചെറുപ്പത്തില് നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ആ തീവണ്ടി പോയി തലകുത്തിനെ തോട്ടിലേക്ക് മറിഞ്ഞ അമ്മണിക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദീന്ന് ഇതിന്റെ ഒക്കെ പേര്. അവന് ബുദ്ധിയില്ല. നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം. അമ്മ ഇനി അതും ഇതും പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. സാരമില്ല മോളെ, ഇതൊക്കെ സാധാരണയാ. നല്ല സാധാരണയാ. ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ആശുപത്രിയിലായേൻ. കുട്ടിയേട്ടൻ വെട്ടിക്കുന്നാ ഞാൻ വിചാരിച്ചേ. അവന് വെട്ടിക്കാൻ അറിയില്ലടി. അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ. മതിയമ്മേ തോർത്തിയത്. അമ്മണിക്കുട്ടിക്ക് തലവേദന എടുക്കും. നീ ഒന്നും മിണ്ടാണ്ടേ. ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിയിട്ട് കാലം എത്രയായി? അമ്മണിക്കുട്ടിയെ, നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രനാണെന്നാ. അവൻ വിചാരിച്ചോട്ടെ, നമുക്കെന്തല്ലേ മോളെ. മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ, നേരാണോ മുത്തശ്ശി? അവൻ അങ്ങനെ പറഞ്ഞു. അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്ന് അവനോട് പറ, ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന്. അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ. എന്താ എല്ലാരും കൂടി? എന്തു പറ്റി? അമ്മണിക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ? സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ? അല്ല. അതൊന്ന് മൂത്തോക്കി പറ. അല്ല. വാസു കണ്ടു പറ. സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടു പോണത് ഞാൻ കണ്ടതാണല്ലോ. മീ ശിലവാസോ കളവ് പറയരുതട്ടോ. എന്താ ഒരു പെൺകുട്ടിയെ പട്ടാ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യമായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു ഓ അത് ചെയ്തോ. മതി മതി മതി. വേലായുധം കുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒന്നും കൂടി ഞാൻ അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസു നടക്കടി. മോനെ ഇതെന്താ പിടിച്ചോ?